കഴിഞ്ഞ 2 മാസക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ കലാസ്നേഹികളായ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എന്റെ സഹപ്രവർത്തകരുടെയും ഈ വിദ്യാലയത്തിലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെയും മറ്റനവധി അധ്യാപകരുടെയും ജീവനക്കാരുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ ഇക്കൊല്ലത്തെ അങ്കമാലി ഉപജില്ല കലോത്സവം വിജയകരമാക്കി തീർക്കുവാൻ ഈശ്വരൻ സഹായിച്ചു എന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. നമ്മുടെ ഈ സമ്മേളനത്തിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ വിശ്വനാഥ മേനോൻ സാർ ആലുവ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ മഹാമേളയുടെ തുടക്കം മുതൽ ഇതിനുവേണ്ടി വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി സഹായിച്ച് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബ്രഹ്മശ്രീ കാലത്തിമേക്കാട് പരമേശ്വരൻ തിരുമേനിയെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കലോത്സവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ള ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറെ ഈ സമാപന ഇപ്പോൾ ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുവാൻ ചേർന്നിരിക്കുന്ന നെടുമ്പാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സോമശേഖരൻ അവർക്ക് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം വന്നിട്ടില്ല, എന്നാലും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിലെ ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ജനപ്രതിനിധികളായ ശ്രീ എൽദോസ്, ശ്രീ രാണി എന്നിവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പുളിയനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഓമന ടീച്ചർ, കലോത്സവത്തിന്റെ ജോയിന്റ് കൺവീനർമാർ ശ്രീ രഘു, HM ഫോറം ജോയിന്റ് സെക്രട്ടറി കൊച്ചുറാണി ടീച്ചർ, കരയോഗം സെക്രട്ടറി പുരുഷോത്തമൻ സാർ, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായ പ്രതിനിധി ശ്രീ CP തര്യൻ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ആശംസ അർപ്പിക്കുന്നതിനായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ ഹയർ സെക്കൻഡറിയുടെ ആദ്യമായിട്ട് നടക്കുന്ന മത്സരമായിരുന്നു ഉപജില്ലാ തലത്തില്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാനായിട്ട് സന്മനസ് കാണിച്ച ശ്രീ SK സോഹൻ റോയിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള അധ്യാപകരെ, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സ്നേഹമുള്ള ശ്രീ വിശ്വനാഥ് മേനോൻ ഉൾപ്പെടെയുള്ള വേദിയിലെ എല്ലാ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും സ്പോൺസർ ചെയ്തവരും വിശിഷ്ട വ്യക്തികളുമായ സ്നേഹിതന്മാരെ, ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ അങ്കമാലി ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപനം കുറിക്കുന്ന ഈ ചടങ്ങിൽ പങ്കുകൊള്ളുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. നീണ്ട സംഭാഷണങ്ങൾക്കൊന്നും ഞാൻ സമയമെടുക്കുന്നില്ല. ഫെസ്റ്റിവലുകളുടെ സമാപനം അപ്രകാരം ഒരു നീണ്ട സംഭാഷണങ്ങളുടെ പ്രസക്തിയുള്ള ഒന്നല്ല എന്നെനിക്കറിയാം. ഇവിടെ പാറക്കടവ് NSS ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനം, ഇതിന്റെ വിഭാഗത്തിലെ പ്രിൻസിപ്പാൾ, അധ്യാപകർ,
AEO, ഇവിടുത്തെ PTA ഭാരവാഹികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് മാനേജ്മെന്റായ NSSന്റെ നേതൃത്വത്തെയും ഇവിടുത്തെ പ്രിൻസിപ്പാൾമാർ, സംസ്ഥാന ഗവൺമെന്റിന്റെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും ഹൃദയപൂർവ്വം പങ്കുകൊണ്ടത് വിജയകരമാക്കി തീർക്കാൻ സഹകരിച്ച മാധ്യമപ്രവർത്തകർ, നാട്ടുകാർ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹ്രസ്വമായ ഉദ്ഘാടന സംഭാഷണം ഉപസംഹരിക്കുന്നു, വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഈ പ്രദേശത്ത് ഇതുവരെ കലോത്സവം നടന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ ഇത്തവണ നടത്തിയാൽ നാട്ടുകാരുടെയൊക്കെ സഹകരണം നല്ലോണം ഉണ്ടാകും, അത് നടത്തി വിജയിപ്പിക്കാൻ പറ്റും എന്ന ടീച്ചറുടെ അതിയായ താല്പര്യം കൊണ്ടാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത്. ടീച്ചറുടെ ആഗ്രഹം സഫലമായി വളരെ ഭംഗിയായിട്ട് വലിയ കുറവുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് ഭംഗിയായിട്ട് നടത്താൻ പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ പിന്നിലെ ത്യാഗം നമ്മൾ കാണണം. കുട്ടികളുടെ ഉത്സാഹവും അവരെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടത്, ഇതിനുള്ള സാമ്പത്തിക ബാധ്യതകൾ, സാമ്പത്തിക ഭാരവാഹികളൊക്കെ തയ്യാറായി, നാട്ടുകാർ തയ്യാറായി. ഇവരൊക്കെ ഞാൻ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജയ് NSS, ജയ് ഭക്തി. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KJ ഐസക് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിന് ഈ സന്ദർഭത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മുഖ്യപ്രഭാഷണം എന്ന നിലയിൽ കലയെ സംബന്ധിച്ചെല്ലാം ആധികാരികമായി പറയാൻ വിദഗ്ധരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. പ്രത്യേകിച്ച് MR സുരേന്ദ്രനെ പോലെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെയുണ്ട്. അവരുടെ സംഭാഷണത്തിൽ തീർച്ചയായും വിലപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയും. ഞാൻ ഇതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാറക്കടവ് ഗ്രാമം അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 4 ദിവസക്കാലം ഇളകി മറിയുകയായിരുന്നു. ശ്രീ SK സോഹൻ റോയ് സാർ നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ബന്ധുവുമാണ്. നമ്മുടെ കൊച്ചു കലാകാരന്മാർക്ക് വേണ്ടി ഇങ്ങനെയൊരു വിശാല മനസ്ഥിതി കാണിച്ച അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കലാകാരന്മാരെ ആശംസിച്ച് 2 വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ വ്യക്തികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, വെറും ഒരു ആശംസയല്ല, എനിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. മറ്റൊന്നും കണ്ടല്ല, ഈ കലോത്സവ വേദികൾ എനിക്ക് എന്നും ഒരു ഹരമായിരുന്നു. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഏതാണ്ട് ഒരു 2ലോ 3ലോ പഠിക്കുമ്പോൾ എന്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട്, അമ്മ ഒരു ടീച്ചറായിരുന്നു, ആദ്യമായിട്ട് ഞാനൊരു സ്കൂൾ യുവജനോത്സവ വേദിയിൽ ഇതുപോലെ ചെല്ലുന്നത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ ഒരു യുവജനോത്സവത്തിലായിരുന്നു. പിന്നീട് ഒരു 5ാം ക്ലാസ് മുതൽ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് സബ് ജില്ല, ഉപജില്ലയും ജില്ലാ അടിസ്ഥാനത്തിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ഇവിടെ നിന്ന് പറിച്ച് വിദേശത്തേക്ക് നടപ്പെട്ട ഒരു അവസരത്തില് ഈ എല്ലാ വർഷവും കിട്ടുന്ന ഈ ഒരു നിമിഷങ്ങൾ, ഈ യുവജനോത്സവം എന്ന വേദികൾ ഇല്ലാതാവുകയായിരുന്നു. പക്ഷെ ആ മനസ്സിൽ അത് കിടന്ന് ഇങ്ങനെ ഒരു പ്രകമ്പനം കൊള്ളുന്ന ആ ഒരു അവസരത്തില് ഇതിന് എങ്ങനെ ആ ഒരു നിമിഷങ്ങൾ വീണ്ടും ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ആദ്യമായിട്ട് വിദേശത്ത് വെച്ചിട്ട് ഇതുപോലെയുള്ള ഇതിലും ബുദ്ധിമുട്ടാണ് വിദേശത്ത് ഒരു യുവജനോത്സവം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തിരുമുറ്റം യുവജനോത്സവം എന്ന ഇന്ന് ഇന്ത്യക്ക് പുറത്തുള്ള ഏതാണ്ട് 2000-ലേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ഇന്റർ സ്കൂൾ യുവജനോത്സവം, 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്റർ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് യുവജനോത്സവമായ എക്കോ ഫെസ്റ്റ്, 2 യുവജനോത്സവങ്ങൾക്ക് ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിച്ചു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ വിദേശത്ത് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഇതുപോലുള്ള യുവജനോത്സവങ്ങൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് വേദികൾ കിട്ടാറുണ്ട്.
അതിൽ 100 പേരിൽ 1-2 പേര് മാത്രമായിരിക്കും പിന്നീട് ഒരു പ്രൊഫഷണലായി മാറുന്നത്. ഒരു പക്ഷേ അവർക്ക് വേണ്ട രീതിയിൽ ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇതിൽ കഴിവുള്ള പലരും ഒരു പ്രൊഫഷണലായി മാറി പോകാൻ സാധിക്കാതെ വരുന്നത്. എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതിന്റെ സംഘാടകരോടും മറ്റും പറയാനുള്ളത്, നമ്മൾ വെറുതെ സംഘടിപ്പിക്കുക മാത്രമല്ല, ഇതിൽ നിന്നും കണ്ടെത്തുന്ന ആ ഒരു കഴിവുള്ള കുട്ടികളെ അവരെ അടുത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണലായി മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന പ്രൊഫഷനോടൊപ്പം തന്നെ ഈ കലയെ വളർത്താനോ ഒരു വേദി ഒരുക്കുവാൻ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ സംഘാടകർ ഇതിനോടൊപ്പം നൽകേണ്ടത്. പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ വേദി ലഭിക്കാറുണ്ട്. കുട്ടികളോടൊപ്പം വരുന്ന മാതാപിതാക്കൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ കുട്ടികളെ ഇതിന് ഒരുക്കിക്കൊണ്ടുവരുന്നത്. ടീച്ചേഴ്സും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പലവരുടെയും ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാതെ പോവുകയാണ്. അതാണ് ശരിക്കും നിങ്ങളെല്ലാം അറിയേണ്ടത്. ഇതുപോലൊരു യുവജനോത്സവം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു സംഘാടകനായതുകൊണ്ടാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നത്. മാസങ്ങളോളമുള്ള അധ്വാനം, ഇതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ട്, ഇതിനുശേഷം ഇതിൽ ഈ കുട്ടികളെ ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ഈ പല വേദികളിലായിട്ട് ഇത് പല ദിവസങ്ങൾ നടത്തേണ്ടി വരിക. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഇതിന് വേണ്ട ഏറ്റവും നല്ല ജഡ്ജസിനെ കണ്ടെത്തുക, അവരെ സമയത്തിന് അവിടെ എത്തിക്കുക, ഇതിനുശേഷം സമയബന്ധിതമായിട്ട് അത് സംഘടിപ്പിക്കുക, ഇതിന്റെ മത്സരഫലങ്ങൾ ഒരു പോരായ്മ കൂടാതെ രീതിയിൽ അത് അനൗൺസ് ചെയ്യാൻ സാധിക്കുക. ഒടുവിൽ ഇതുപോലൊരു സമാപന സമ്മേളനം നടത്തി അതിലെ വിജയികളെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച അവർക്ക് വേണ്ട വിധ പ്രോത്സാഹനം നൽകി ഇത് അവസാനിപ്പിക്കുമ്പോൾ ആ സംഘാടകന് കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി മാത്രമാണ് അവർക്കുള്ളത്. പക്ഷേ നിങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ സംഘാടകരെ ഒരു നിമിഷം അഭിനന്ദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്നും കഴിവുകൾ തെളിയിച്ച് മാറ്റിവെച്ച എല്ലാ വിജയികൾക്കും അതുപോലെ വിജയിക്കാൻ സാധിക്കാതെ പോയ മറ്റ് കലാകാരന്മാർക്കും അവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏറെക്കാലം ഈ കലാപരിപാടികളുമായി ഇതിൻ്റെ കൂടെയൊക്കെ നടന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇവിടെ വരാതിരിക്കാനും കഴിയില്ല. ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിരുന്നു. പൂർണ്ണമായി ഇവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളെക്കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതായി നമ്മുടെ കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും കലാസാഹിത്യ രംഗങ്ങളിൽ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായ ശ്രീ എം.ആർ. സുരേന്ദ്രൻ അവർകളാണ്. വേദിയിലും സദസ്സിലുമുള്ള ഒട്ടേറെ സുമനസ്സുകളുണ്ട്. അവരെ ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പേരിൽ ആദ്യം അഭിനന്ദിക്കുകയാണ്. സുന്ദരന്മാരെ സുന്ദരികളെ എന്ന് ഞാൻ ആദ്യമായി വിശേഷിപ്പിച്ചത് വളരെ നേരത്തെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയാണ്. കാരണം നന്മയുള്ളവര്, കാരുണ്യമുള്ളവര്, കഠിനാധ്വാന ശേഷിയുള്ളവര് ആണ് യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളവർ എന്ന് തെളിയിക്കുകയാണ് ഈ കലോത്സവ വേദിയിലെ ഈ കൊച്ചു സുന്ദരന്മാരും സുന്ദരികളും. ഇവിടെ വേദിയിൽ തന്നെ മാർഗി മധുവിനെ പോലുള്ളവരുടെ സാന്നിധ്യമുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കേരളീയമായ പാരമ്പര്യ കലകളെക്കുറിച്ച് പഠിക്കുവാൻ മുഴിത്ത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. പൊതുവെ പറഞ്ഞാൽ നമ്മുടെ പാലക്കടവ് പഞ്ചായത്ത് സാംസ്കാരികമായ ഒരു നവോന്മേഷം നേടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും നാം തിരിച്ചറിയണം. ഇത് ഒരു സാംസ്കാരിക നേട്ടമാണ്. തീർച്ചയായും കലയിൽ സൗന്ദര്യമുണ്ട്, സത്യമുണ്ട്, ധർമ്മങ്ങളുണ്ട്. എന്നാൽ സമൂഹത്തിൽ അതിന്റെ തോതിൽ സത്യം കാണുന്നില്ല, അതുപോലെ സൗന്ദര്യം കാണുന്നില്ല, അതുപോലെ മറ്റു മൂല്യങ്ങൾ കാണുന്നില്ല. ഈ അകലം അകറ്റാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ പ്രചോദനമായി തീരണം. ഏകോപന സമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ തന്നെ വന്നിരുന്നത്. ആദ്യത്തെ കാര്യം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി ഈ സംഘടന കുറുമശ്ശേരി യൂണിറ്റ്, NSS ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള ഈ പാലക്കടവ് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും
സജീവ സാന്നിധ്യമായിട്ടുള്ള സംഘടന. ഈ സംഘടനയുടെ 1ാമത് വാർഷിക ആഘോഷങ്ങൾ 30-ാം തീയതി കുറുമശ്ശേരി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാറക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിലേക്ക് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുവാൻ ഈ കേരള കലോത്സവം ഇടയായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ വിശേഷിപ്പിക്കുകയാണ്. മറ്റ് പലരും ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ വിശേഷിച്ചതിലുപരിയായിട്ട് ഞാനൊന്ന് വിശേഷിപ്പിക്കുകയാണ്. ആഢ്യത്വമുള്ള, കുലീനത്വമുള്ള, അർപ്പണ മനോഭാവമുള്ള വിദ്യാർത്ഥിനികൾ ഈ വിദ്യാലയത്തിന്റെ മുതൽക്കൂട്ടാണ്. ഇത്ര മനോഹരമായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി വളരെ നല്ല പ്ലാനിങ്ങോടുകൂടി ഈ 4 ദിവസം ഈ കലാമേള ഇവിടെ അരങ്ങേറുവാൻ അവസരം തന്നതിന് ഞങ്ങളുടെ ബഹുമാന്യയായ AEO ശ്രീമതി ഭാനുമതി അമ്മ മാഡത്തിന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊണ്ട ഈ പാറക്കടവ് വിദ്യാലയത്തെ, ഇവിടുത്തെ അധ്യാപകരെ, ഇവിടുത്തെ പ്രിൻസിപ്പലിനെ, ഇവിടുത്തെ HM-നെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ HM ഫോറത്തിന്റെ പേരിൽ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നത് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി സതി ടീച്ചറാണ്. മക്കളെപ്പറ്റി നല്ലത് പറയുമ്പോഴാണ് നിറഞ്ഞു കവിയുന്നത്. ഇത് സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. എന്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ലവരായിട്ട് ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരായി, അമൂല്യ രത്നങ്ങളായി ഇവിടുന്ന് പോകണമെന്ന് അവരോട് ഞാൻ എന്നും പറയാറുണ്ട്. അത് മുഖവിലയ്ക്ക് എടുക്കുമെന്നാണ് കരുതിയത്. പരീക്ഷകൾ പാസ്സാകാൻ ചിലപ്പോൾ ആർക്കും പറ്റും. പക്ഷെ എല്ലാ തരത്തിലും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു അമൂല്യമായ കഴിവാണത്. അത് ഈശ്വരൻ നിങ്ങളുടെ ജീവിതയാത്രയിൽ എന്നും ഉണ്ടാവട്ടെ. എന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി തീരട്ടെ. ആ ഈശ്വരനോട് എന്നുമുള്ള പ്രാർത്ഥന. എന്തായാലും അവരത് അവസരം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഇനിയും അതുണ്ടാവട്ടെ. പിന്നെ ടീച്ചറും പറഞ്ഞു നമുക്കിത് അടിപൊളിയാക്കാമെന്ന്. വാക്കിൽ മാത്രമല്ല, ഇത് തീർന്നു കഴിയുമ്പോഴേ വിജയത്തോടുകൂടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ എവിടെ ഓടിയിടുന്നെല്ലാം ചെയ്യാൻ എന്റെ മുതിർ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഏറ്റെടുത്ത ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ വളരെ ഭംഗിയായി മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന രീതിയിൽ അത് വിജയിപ്പിക്കാൻ സാധിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇതിന്റെ വിജയത്തിനായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച നമ്മുടെ ഈ 4 ദിവസക്കാലം ഇതിന്റെ വിജയം നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഒറ്റക്കെട്ടായി ഒറ്റ സംഘടിത ശക്തിയായി വന്നു കഴിഞ്ഞപ്പോൾ വളരെ നിസ്സാരമായി അത് പ്രവർത്തനമായി വളരെ നിസ്സാരമായി വിജയിപ്പിക്കാൻ സാധിച്ചത്. ഒരു ലോഡ് വിറക് അവിടെ വിട്ടത് ഒരു തുള്ളി മഴവെള്ളം വീണപ്പോ അത് നനയും എന്ന് സംശയിച്ച് നമുക്കത് വാരിയിടാം എന്ന് പറഞ്ഞുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഒരു ലോഡ് വിറക് ഷെഡിനകത്തായി. ആ വിറക് കിടന്നിടത്ത് ഒരു ചെറിയൊരു കഷ്ണം പോലും ഇല്ല. നമ്മുടെ ഗ്രൗണ്ട് വീട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ട്രോഫി മാണിക്യമംഗലത്തിന് കിട്ടിയതിൽ ഒരു പ്രത്യേക ചരിത്രം ഇത് പറയാം. മാണിക്യമംഗലത്ത് +2 പഠിച്ച അതുൽ എസ് മേനോന്റെ അമ്മാവനാണ് ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ സ്കൂളിന് തന്നെ കിട്ടിയതിൽ അതുലിനുള്ള സന്തോഷം ഞാൻ ഇവിടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്.